ഇങ്ങനെയുള്ള ആൾക്കാരും ഉണ്ടേ. നോക്കിയേ, നമ്മളെ ഇന്ന് 4 കിലോ ചീനി 100 രൂപ എന്ന് പറഞ്ഞ് കൊണ്ടുവന്നതാണേ. ഇതൊക്കെ മൊത്തവും അല്പം ലാഭം നോക്കി നല്ല ചീനിയാണെന്ന് ഇവിടെ ഉള്ളവർ പറഞ്ഞു. നല്ല ചീനിയാണെന്ന് പറഞ്ഞിട്ട് മേടിച്ചതാണ്. നല്ല പെട്ടെന്ന് വെന്ത് വരും, നല്ല ചീനിയാണ്. ആകെതാ ഈ 2 ചീനി മാത്രമാണ്. ബാക്കി ഇതാ ഇതെല്ലാം എല്ലാം കേട്. ഇങ്ങനെ കച്ചവടം ചെയ്യുന്നവരെ ശ്രദ്ധയ്ക്ക് എന്തുവാ, പൊട്ടനെ ചട്ടി ചതിച്ച പിന്നെ ദൈവം ചതിക്കും, ചട്ടിയെ ദൈവം ചതിക്കും. ഇങ്ങനെയുള്ള കച്ചവടം ദയവേത് ചെയ്യരുത്. ആർക്കാണെങ്കിലും നിങ്ങളുടെ വീട്ടിലൊക്കെ ആണെങ്കിൽ ഇങ്ങനെ കൊണ്ട് കൊടുത്താലേ നിങ്ങൾക്കൊക്കെ എന്ത് വിഷമം വരുമായിരിക്കും. അറിഞ്ഞുകൊണ്ടാണ് അവർ ചെയ്യുക. അപ്പോൾ ചെറിയ ചീനിയുടേത് നമുക്ക് ചുളഞ്ഞു നോക്കാം, ചക്കയല്ലല്ലോ ചുളഞ്ഞു നോക്കാനെന്ന്. പക്ഷെ ചീനിയുടേത് അറിയാം, ആ വിൽക്കുന്നവർക്ക് അറിയാമായിരിക്കും. ഇങ്ങനെയുള്ള പ്രവൃത്തികൾ ദയവേത് അവരുടെ അടുത്തും ചെയ്യരുത് കേട്ടോ. എല്ലാ ചീനിയും ഇതാ വെട്ടി വെച്ചത് മൊത്തവും കേടായിപ്പോയി. ഇനിയിപ്പോൾ ഞാനിതെന്ത് ചെയ്യും, ഞാൻ എന്തിനാ ഇത് വാങ്ങിക്കാൻ പോയെന്ന് സത്യം പറഞ്ഞാൽ എനിക്കിപ്പോൾ ചിന്തയുണ്ട്. വെറുതെ വേസ്റ്റ് അല്ലേ. അപ്പോൾ അവർക്കറിയാം അതിൻ്റെ മൂഡ് ചിന്തൊക്കെ നോക്കിയിട്ട്. ഞാനത് ശ്രദ്ധിച്ചില്ല. നമ്മൾ ഈ കൊണ്ടുവരുന്നവരല്ലേ വിശ്വസിക്കുന്നത്, അവർ നല്ല തരുമെന്നുള്ളൊരു വിശ്വാസത്തിൽ ഞാൻ നോക്കിയത് പോലുമില്ല. ഞാൻ മേടിച്ച് വീട്ടിൻ്റെ ഫ്രണ്ടിൽ കൊണ്ടുവന്ന് മേടിച്ചതാണ്. അപ്പോൾ ഇങ്ങനെ മേടിക്കുന്ന നിങ്ങൾ ഒരു കാര്യം ചെയ്യണം, നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കി മേടിക്കണം കേട്ടോ. ഞാൻ പൊട്ടിയേണ്ട അത്ര ശ്രദ്ധിച്ചില്ല. ഇതിങ്ങനെ ഞാൻ കൊണ്ടുവന്നവരെ അങ്ങ് വിശ്വസിച്ച്. അതാണ് എല്ലാവരെയും അങ്ങനെ കണ്ണുടച്ച് നമ്മൾ വിശ്വസിക്കുകയും വേണ്ട. പിന്നെ ഒരൊറ്റ കാര്യമേ ഉള്ളൂ കച്ചവടം ചെയ്യുന്നവരോട്, അറിഞ്ഞുകൊണ്ട് നിങ്ങളിങ്ങനെ കച്ചവടം ചെയ്താൽ നിങ്ങൾ ദൈവം ശിക്ഷിക്കും. പൊട്ടനെ ചട്ടി ചതിച്ചാൽ ചട്ടിയെ ദൈവം ചതിക്കും എന്നുള്ളത് ഓർക്കുക. അറിയാതെ പറ്റുന്നതല്ല ഇതൊക്കെ കേട്ടോ, ഏത് കച്ചവടക്കാരാണെങ്കിലും.